അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മഹബീങ്ങളെ, നമ്മുടെ എല്ലാം വിദ്യാർത്ഥികൾക്ക് എക്സാം നടക്കുന്ന, പ്രത്യേകിച്ച് പൊതുപരീക്ഷ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളുള്ളത്. ഇപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ പൊതുപരീക്ഷ 5ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും അതേപോലെ 10ാം ക്ലാസ് +2 എല്ലാം നടക്കുകയാണ്. അത് മദ്രസ തലങ്ങളിൽ മാത്രമല്ല, സ്കൂൾ തലങ്ങളിൽ പോലും SSLC +2 മറ്റു വിദ്യാഭ്യാസ മേഖലയുമായി നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്ന ഏതു മേഖലകളിലും എക്സാം, പരീക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റുഡൻസിന് വലിയ ഒരു ഭയപ്പാടാണ്. പ്രത്യേകിച്ച് പേരൻസിന് ഒരു ഭയപ്പാടും ഒരു പ്രയാസങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാമിനെ നേരിടാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഒരു മാനസികമായ കരുത്തും ഒരു ഓർമ്മശക്തിയും ഉന്മേഷവും എല്ലാം ഉണ്ടാകാനും ഉന്നത വിജയം പ്രാപിക്കാനും, നമ്മൾ ഏതൊരു ഗ്രേഡാണോ ആഗ്രഹിക്കുന്നത് ആ ഗ്രേഡ് നമുക്ക് സമ്പാദിക്കാനും കഴിയുന്ന അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്ന ഒരു അത്ഭുതം നിറഞ്ഞ സൂറത്ത് ഖുർആനിലുണ്ട്. ആ സൂറത്ത് ഓതുക, അതിൻ്റെ എഫക്റ്റ് നമ്മൾ സ്വീകരിക്കുക. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യ അവസാനം കേൾക്കണം. ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ മോനോ മോളോ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ ആരും ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കാതിരുന്നാൽ, നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വിജ്ഞാനം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ, ഫാമിലിയിൽ ഒരുപാട് മക്കൾ ഈ എക്സാമുമായി ബന്ധപ്പെടുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടണം. നിർബന്ധമായി കമൻറ്റ്. ഞാൻ വലിയ സന്തോഷിച്ചു പോയി പ്രിയപ്പെട്ടവർ, 1200ഓളം വരുന്ന, അതിൽ പരം വരുന്ന കമൻറ്റുകൾ. മറ്റു ചാനലുകളിലൊന്നുമില്ലാത്ത തരത്തിൽ ആക്റ്റീവായ കമൻസ് വരുമ്പോൾ അത് എത്രയോ റാഹത്തായി സന്തോഷകരം, മനസ്സിന് കൽബീന്നെടുത്ത് എഴുതും പോലെയാണ്. ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു ആരെല്ലാം എന്തെല്ലാം കമൻ്റ് എഴുതാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ വിരലുകൾ ചലിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കമൻ്റ് എഴുതാൻ അറിഞ്ഞൂടോ ഉസ്താദെ, ഞങ്ങൾക്കതിന് അറിയില്ലാഞ്ഞിട്ടാണ്, ഞങ്ങളെയും മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ദ്വാരക്കുന്നു. എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഇരുവീട്ടിലും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് കേൾക്കുന്നതെങ്കിൽ, നമ്മൾ എക്സാമുമായി, അത് മദ്രസ തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും എങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ടാലും അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയമുണ്ടാകാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഭയപ്പാടല്ല. ഭയപ്പാട് വേണ്ട. കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ A to Z സകല കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. പടച്ചോനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ആ കാര്യത്തിൽ നമ്മൾ പതറാൻ പാടില്ല. അത് അള്ളാഹു കൈകാര്യം ചെയ്യും, പക്ഷെ ഏൽപ്പിക്കണമെന്ന് മാത്രം. അപ്പം മനസ്സുകൊണ്ട്, കൽബുകൊണ്ട് അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു തവക്കുലിൻ്റെ, അത് വിദ്യാർത്ഥികളായ മാതാപിതാക്കളെ, എൻ്റെ മോൻ്റെ മോളുടെ അല്ലെങ്കിൽ എൻ്റെ ഈ പരീക്ഷ പടച്ചോനെ അള്ളാഹുവെ വിജയത്തിലാകാൻ എനിക്ക് നല്ല ഓർമ്മശക്തിയും നല്ല കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു പക്വത, പാകുത, അത് നീ എനിക്ക് തരണേ അല്ലാ. നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നീ എന്നെ സഹായിക്കണം റബ്ബേ. ഈ ഒരു അടിസ്ഥാന യോഗ്യത, ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. പിന്നെ ഒരിക്കലും പരാജയപ്പെടില്ല. തവക്കുലുള്ളവർ പരാജയപ്പെട്ട ചരിത്രം ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. തവക്കുലുള്ളവർ, ഒന്നുമില്ലാത്തവരാണെങ്കിലും വിജയിച്ച ചരിത്രം ആയിരക്കണക്കിനാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. ഒന്നാമതായിട്ട് നമ്മൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും മനസ്സിലാക്കണം, നന്നായിട്ട് പഠിക്കണം. സ്റ്റഡി നിർബന്ധമാണ്. പഠനം നന്നാകണം. അത്യാവശ്യം ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയ യോഗ്യത തന്നെയാണ്. പഠനം നിർബന്ധമാണ്. ഒന്നും പഠിക്കാതെ വിജയിപ്പിക്കണേ ദ്വാരക്കണേ ഉസ്താദെ, അത് മാത്രം കാര്യമായില്ല. അതുകൊണ്ട് ഒന്നും കിട്ടില്ല. ആ ദുആ ചെയ്ത് സമയം കളയാന്നല്ലാതെ. അപ്പം നിർബന്ധമായിട്ടും പഠനങ്ങൾ വേണം. പഠനം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് പഠനം തുടങ്ങി, സ്കൂൾ പഠനമാണെങ്കിലും ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങണം. ഹംദ് കൊണ്ട് അവസാനിക്കണം. പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു, നമ്മൾ ബൈഹാർട്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ സേവായി, അത് കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ തുടക്കം ബിസ്മി, ഒടുക്കം ഹംദ്, അത് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. ബിസ്മി എന്ന് പറയുന്നത് ബിസ്മി കൊണ്ട് തുടങ്ങി ഹംദ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ലോക്കാണ്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോകില്ല. അത് കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കാനൊക്കെ കാരണമാകും. അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങണം. രണ്ടാമത്തത്, എല്ലാ ദിവസവും രാവിലെ, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് ഞാൻ പറയും, വിദ്യാർത്ഥിനികളോട് പറയാണ്,
എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനനുസരിക്കണം. അപ്പോൾ സുബഹിൻ്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 തവണ അലം നശ്റഹ് ലക സദ്റക്, ഈ ഒരു സൂറത്ത് ഓതിയിട്ട് നെഞ്ചിലേക്ക് നമ്മൾ ഊതണം. ഇസ്മി എന്ന് പറഞ്ഞിട്ട് ഊത. നല്ല ഓർമ്മശക്തി ഉണ്ടാകും, നല്ല മനസ്സിന് നല്ല വിശാലതയുണ്ടാകും, നല്ല മെമ്മറി പവർ ഉണ്ടാകും. സൂറത്തു ശറഹ് ഭയങ്കരമാണ്. അത് ശരീരത്തിൻ്റെ രോഗങ്ങളെ പോലും മാറ്റിക്കളയും, ഫിസിക്കലി ബോഡിയുടെ രോഗങ്ങൾ വരെ പുറന്തള്ളിക്കളയും. അതാണ് സൂറത്തു ശറഹ്. അത് 7 വട്ടം വിദ്യാർത്ഥികൾ ഓതണം. മാതാപിതാക്കൾ അവിടെ മക്കൾ വിജയിക്കാൻ വേണ്ടി അവരും പാരായണം ചെയ്യണം, നല്ലതാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് വെറും വയറ്റിൽ തേൻ കുടിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ, അത് രോഗിയാകുമ്പോൾ, തൊണ്ടവേദന വരുമ്പോൾ, ചുമ വന്നു തുടങ്ങുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ അലമാരിയിൽ എവിടെയെങ്കിലും തപ്പി പിടിച്ചിട്ട് തേനുണ്ടോ എന്ന് നോക്കുക. ആ ഒരു സമ്പ്രദായം നമ്മളെ രോഗം തുടരാൻ കാരണമാകും. എന്ന് പറഞ്ഞാൽ അടുത്ത രോഗം വരുമ്പോൾ വീണ്ടും ഉപയോഗിക്കുക, അങ്ങനെയല്ല. രോഗം വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഷിഫാഉൽ ലിന്നാസ്, അവിടെ മതം നോക്കിയില്ല, അവിടെ ഇസം നോക്കിയില്ല. മതമില്ലാത്തവനും അള്ളാഹു ശമനം വെച്ചിരിക്കുന്ന രോഗശമനം, ഇമ്മ്യൂണിറ്റി, രോഗമില്ലാത്ത ജീവിതം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു വെച്ചിരിക്കുന്ന അമൃതാണ് തേൻ എന്ന് പറയുന്നത്. അത്ഭുതകരമാണ്. അപ്പോൾ അത് വെറും വയറ്റിൽ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വെറും വയറ്റിൽ ഒരു 1/2 ടീസ്പൂണെങ്കിലും കഴിക്കുന്നൊരു പതിവ്, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ, ശക്തമായ ചൂടുവെള്ളത്തിൽ ചേർക്കാൻ പാടില്ല, തിളപ്പിച്ചിട്ട് അത് ആറിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ തേൻ ചേർത്തിട്ട് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന പതിവ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഉണ്ടായാൽ കുട്ടികൾക്ക് നല്ല മെമ്മറി, നല്ല പഠനം ഉണ്ടാകും. അവർക്ക് ഇടയ്ക്കിടെ രോഗങ്ങൾ വരില്ല. അത് മുതിർന്നവർക്കും അങ്ങനെയാണ്. രോഗമില്ലാതെ ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരം ശൈലിയാണ്. നോമ്പില്ലെങ്കിൽ നബി തങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ശൈലി നിർബന്ധമായിട്ടും മക്കൾക്കൊന്ന് ചേർത്തി കൊടുക്കണം. ഇനി കേട്ടോളൂ, നാലാമത്തത് 2 നേരം നിർബന്ധമായി, 5 നേരം വേണം. നിസ്കാരത്തിന് മുമ്പ് ഒതു കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് വേണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഠിക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക, നമ്മൾ കിടക്കാൻ നേരത്ത് ബ്രഷ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 നേരത്തിന് നിർബന്ധമായിട്ടും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്തും നിർബന്ധമായും കുട്ടികൾ ബ്രഷ് ചെയ്താൽ ഭയങ്കരമായ ഓർമ്മശക്തി ഉണ്ടാകും. കഫജന്യ രോഗങ്ങളൊക്കെ മാറിപ്പോകും. ബ്രഷ് ചെയ്താൽ ഭയങ്കര സൗഭാഗ്യമാണ്. അത് മുതിർന്നവരാനും ചെറിയവരാണെങ്കിലും ബ്രഷ് ചെയ്യുന്നത് കൂടുന്നതനുസരിച്ച് അവസാനം മരിക്കുമ്പോൾ ഉറക്കലായില്ലാതെല്ലാം പറ്റും. ഒരുപാട് സൗഭാഗ്യമുള്ളതാണ് ഈ ലോകത്തും പരലോകത്തും. 2 നേരം മസ്റ്റാണ്. പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ, രാവിലെ എണീറ്റിരുന്ന് പഠിക്കുമ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് കരുതിയിട്ട് ബ്രഷ് ചെയ്യുക. അത് പ്രത്യേകിച്ച് നമ്മൾ പരിശീലിക്കണം. 5-മത്തെ ഒരു കാര്യം, പരീക്ഷാ ഹാളിലേക്ക് പ്രിയപ്പെട്ടവരെ കയറുന്നതിന് മുമ്പ്, എക്സാമിന് വേണ്ടി കയറുകയാണ്, തൊട്ടുമുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഏതെങ്കിലും ഒരു സ്വലാത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അങ്ങനെയാകാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് സ്വലാത്ത്, ഒരു സ്വലാത്ത്, ബിസ്മിയും ഒരു സ്വലാത്തും നമ്മൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ പരീക്ഷാ ഹാളിലേക്ക് കയറുക. ഇനി 6-മത്തെ ഒരു കാര്യം, പരീക്ഷ അതുമായി ബന്ധപ്പെടുന്ന സമയങ്ങളെ അതിനു മുമ്പോ ഒക്കെ, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ ഉടനെയോ 786 ബിസ്മി നമ്മളൊന്ന് ഓതി പൂർത്തീകരിക്കണം. എത്ര? 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൃത്യമായിട്ട് അതിൻ്റെ വേർഡ്സുകളും അതിൻ്റെ പദങ്ങളും അക്ഷരങ്ങളൊക്കെ കൃത്യമാക്കണം. ഇസ്മി സീന് കൊണ്ട് തുടങ്ങിയാൽ പോരാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ കൃത്യമായിട്ട് ബഹുമാനത്തോടെ 786. ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേരൻസ് ഈ പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകാൻ ആഗ്രഹിച്ച് അവർ പരീക്ഷയ്ക്ക് മുന്നേ അല്ലെങ്കിൽ പരീക്ഷയുടെ ആ ഒരു സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെയൊക്കെ പാരായണം ചെയ്താൽ അത്ഭുതകരമായ വിജയം, അള്ളാഹു മിറാക്കിൾ കാണാൻ പറ്റും. മിറാക്കിൾ, അതൊക്കെ ഇത് പലതും അനുഭവത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ. 786 ആ മാതാപിതാക്കൾക്കും ചൊല്ലാം, യോഗ്യരാണെങ്കിൽ മക്കൾക്കും ചൊല്ലാം. ഭയങ്കര എഫക്റ്റാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, 7-മത്തെ ഒരു കാര്യം, എ ഗ്രേഡ് ആഗ്രഹിക്കുക, എല്ലാത്തിനും A+ ആഗ്രഹിക്കുക, ടോപ്പ്+ ആഗ്രഹിക്കുക. ഒരുപാട് പേര്, എത്രയോ ഉമ്മമാർ, എത്രയോ ഉപ്പമാർ വിളിച്ചു, ഉസ്താദേ മക്കൾക്ക് SSLC എക്സാമാണ്, വിജയിക്കാൻ വേണ്ടി പ്രത്യേക ദ്വാരക്കണം. നിങ്ങൾക്ക് എപ്പോഴും ദ്വാരക്കും. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് ദുആ ചെയ്യാത്തൊരു സന്ദർഭമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒഫീഷ്യൽ ചാനലിൽ ക്ലാസ് കേൾക്കുന്നവർ, അതിലെല്ലാം കമൻറ്റിലൊക്കെ പങ്കാളിയാകുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുമക്കൾ കഫാക്ക ബൈത്തൊക്കെ മനഃപ്പാഠമാക്കിയ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന മക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ,
അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ആഗ്രഹം വളരെ നല്ലതാണ്. ഇപ്പം എല്ലാത്തിനും A+ ആഗ്രഹിക്കുക, ടോപ്പ് പ്ലസ് ആഗ്രഹിക്കുക, വളരെ നല്ലതാണ്. അള്ളാഹു അങ്ങനെ സഹായിക്കട്ടെ. പക്ഷെ എല്ലാവർക്കും കിട്ടുമോ? ഈ ദുനിയാവിൽ എല്ലാവർക്കും A+ കിട്ടുമോ? ടോപ്പ് പ്ലസ് കിട്ടുമോ? ഇല്ലല്ലോ. എന്നാൽ കിട്ടുന്നവരും കിട്ടാത്തവരും എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് അറിയോ? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ടോപ്പ് പ്ലസ് കിട്ടിയാൽ അവർ ജയിച്ചു. വേണ്ട, അള്ളാഹുവിൻ്റെ മുന്നിൽ പാസ് മാർക്ക് കിട്ടി. ഇവിടെ നമുക്ക് എക്സാമിൽ ടോപ്പ് പ്ലസ് കിട്ടി, അള്ളാഹുവിൻ്റെ മുന്നിൽ പാസ് മാർക്ക്, ഇവിടെ ടോപ്പ് പ്ലസ് കിട്ടി. പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് പാസ് മാർക്ക് പോലും കിട്ടാത്ത, ഇവിടെ ടോപ്പ് പ്ലസ് കിട്ടുന്നവർ പോലും എമ്പാടുമാണ്. അള്ളാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് മദ്രസയിലും സ്കൂളിലൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം, എഡ്യൂക്കേറ്റഡ് ആണ് മക്കൾ, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പിന്നെ അതുപോലെ മദ്രസയിലൊക്കെ നല്ല ഉന്നത മാർക്കാണ്. പക്ഷേ അതിൽ മുതിർന്ന ആൺകുട്ടികളുണ്ടല്ലോ, പ്രായപൂർത്തിയായവർ, അവർക്ക് പള്ളിയിൽ വരാൻ താല്പര്യമില്ല, അവർക്ക് നിസ്കാരത്തോട് താല്പര്യം. ഒരുപാട് ഉപ്പമാർ കരഞ്ഞ കണ്ണീരുമായി ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ്, നിസ്കാരത്തോട് താല്പര്യമില്ല, വലിയ വിഷമമാണ്. ഈ മക്കളോ ഈ നിസ്കാരത്തിൻ്റെ അത്തഹിയാത്തും സ്വലാത്തും ഫാത്തിഹയും സൂറത്തും അതേപോലെ തന്നെ റുക്കൂഉ സുജൂദിൻ്റെ അദ്കാറുകളൊക്കെ നന്നായിട്ട് പഠിച്ച് മനഃപ്പാഠമാക്കി പരീക്ഷയിൽ എഴുതി ഉന്നതമായ മാർക്ക് ടോപ്പ് പ്ലസ് വാങ്ങിയിട്ട് ഫ്ലെക്സ് വെക്കപ്പെട്ട കുട്ടികളാണ്. പക്ഷേ ദീനായിട്ട് ബന്ധമില്ല, നിസ്കാരമില്ല. ആ ഒരവസ്ഥ. യഥാർത്ഥത്തിൽ അവർ ആ ടോപ്പ് പ്ലസ് പരാജയമാണ്. ടോപ്പ് പ്ലസ് കിട്ടിയവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബം അവിടെ മുതൽ പരാജയമാണ്. എന്നാലോ പാസ് മാർക്കേ കിട്ടിയിട്ടുള്ളൂ, ജസ്റ്റ് പാസ്ഡാണ്, ജസ്റ്റ്. പക്ഷേ നിസ്കാരവുമായിട്ട് ബന്ധമുണ്ട്, ദീനുമായിട്ട് ബന്ധമുള്ള കുടുംബമാണ്. അപ്പോൾ നമ്മുടെ കുടുംബം ദീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ സ്വഭാവമുള്ള കൾച്ചറുള്ള കുടുംബം. നമ്മൾ അങ്ങനെയാകണം, നമ്മുടെ മക്കൾ മാത്രം നന്നാകണം. നമ്മളിങ്ങനെ അങ്ങോട്ട് പോകാൻ ഒരിക്കലും ഉണ്ടാകില്ല, അത് പരാജയമാണ്. നമ്മൾ ശരിയാകണം നമ്മുടെ മക്കൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഉന്നതരായി വിജയിച്ച് കിട്ടാനും അവർക്ക് ജസ്റ്റ് പാസ് മാർക്കാണെങ്കിൽ പോലും അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ടോപ്പ് പ്ലസ് നേടാനും, അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. അതിനെല്ലാം വേണ്ടിയിട്ട് മാതാപിതാക്കൾ റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഈ ദുആ മസ്റ്റായിട്ടും എല്ലാ നേരവും പ്രത്യേകിച്ച് നിസ്കാരശേഷം ഒരു വട്ടമെങ്കിലും ദുആ ഇറക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് നന്നാകും, കുടുംബം നന്നാകും, മക്കൾ നന്നാകും, നല്ല മിടുക്കരാകും. ആ ദുആ അങ്ങനെ പതിവാക്കും തോറും നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. പതിവാക്കണം. 21 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ടു തുടങ്ങും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ സ്വഭാവം. ഉസ്താദെ നിസ്കാരത്തിലേക്ക് ബന്ധപ്പെടുന്നില്ല, +2 ഒക്കെ പഠിച്ചതാണ്, പക്ഷേ നിസ്കരിക്കാൻ താല്പര്യമില്ല, അതിനൊരു മൂടില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ നിസ്കരിക്കും. അങ്ങനെയാണ് മോനും മോളൊക്കെ വലിയ വിഷമത്തിലാണ് ഒരുപാട് മാതാപിതാക്കൾ. ആ വിഷയത്തിൽ തീരെ ശ്രദ്ധിക്കാത്തൊരു വിഷമമില്ലാത്തവരുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗ്യക്കേടാണ്, തൗഫീഖ് കുറവാണ്. അപ്പോൾ ആ വിഷയത്തിൽ വിഷമിക്കുന്ന ആൾ സ്വഭാവം നന്നായി കിട്ടാൻ എന്താ പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹ്, ആ സൂറത്തുൽ ഫത്ഹിൻ്റെ ലാസ്റ്റ് ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്ത് 7 വട്ടം ഓതി വെള്ളത്തിലൂതി മന്ത്രിച്ച് ഡെയിലി കൊടുക്കുന്ന പതിവ് നമുക്കുണ്ടായാൽ നമ്മുടെ മക്കൾ ഉന്നതരാകും, നല്ല സ്വഭാവക്കാർ, നിസ്കാരത്തിനോട് താല്പര്യമുള്ളവരാകും. ഇതൊക്കെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നെ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളുടെ ദുആ മസ്റ്റാണ്. പ്രത്യേകിച്ച് ഉമ്മമാരുടെ ദഅവത്തുൽ വാലിദ അസ്റഉൽ ഇജാബത്താണ്, പെട്ടെന്ന് ഇജാബത്ത്. മരിച്ചു കിടക്കുന്ന സ്വഹാബി എണീറ്റിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു, വക്കല മഅന എന്ന് കിതാബിൽ കാണാം. എന്താ കാരണം? ഉമ്മ പറഞ്ഞു ഇപ്പം മരിച്ചാൽ പറ്റൂല. ഉമ്മയുടെ ദുആ കൊണ്ട് മരിച്ചാൾ എണീറ്റും കിതാബിൽ കാണുന്നുണ്ട്. അത്ര എഫക്റ്റാണ് ഉമ്മമാരുടെ ദുആ. അപ്പമാരുടെ ദുആ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ദ്വാരക്കണം. ലോകത്ത് ഏത് ഉസ്താദ് ദ്വാരക്കുന്നതിനേക്കാളും മാതാപിതാക്കളുടെ ദുആ മസ്റ്റാണ്. മനസ്സറിഞ്ഞ് ദ്വാരക്കണം. അങ്ങനെയാണ് വിജയിച്ചവർ മുഴുവൻ വിജയിച്ചത്. എല്ലാം അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ മഹാനായത് എങ്ങനെയാണ്? ഉമ്മയുടെ ദുആ കൊണ്ടാണ്. മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഭയങ്കര ആളായില്ലേ? ഉമ്മയുടെ ദുആയുടെ എഫക്റ്റാണ്. ഇവിടെയും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദുആകൾ മസ്റ്റായിട്ട് നമ്മുടെ കൂടെ വേണം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെയും ഉന്നത വിജയത്തിലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പൊതുപരീക്ഷ എക്സാമുമായി ബന്ധപ്പെടുന്ന SSLC +2 എക്സാമുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം, ഉന്നത വിജയം. നമ്മുടെ മക്കൾ എഡ്യൂക്കേറ്റഡ് ആകുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇസ്സത്ത്. അതങ്ങനെ തന്നെ ആകണം.
പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ മക്കളും ശ്രദ്ധിച്ചു കൊടുക്കണം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നമ്മുടെ കമൻറ്റിൽ വരുന്ന മാതാപിതാക്കളെ മക്കളെ അല്ലെങ്കിൽ പേരമക്കളെ ഉന്നതിയിലും വിജയത്തിലുമാക്കട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് കമൻറ്റ്, ലൈക്ക് എല്ലാം രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം പറയുകയാണ്. അള്ളാഹു നമ്മളെ ഇരുവീട്ടിലും സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.